ഉള്ളവരെ, ശാലോം നൈറ്റ് വിജിലിന്റെ ആമുഖ വചന സന്ദേശം തുടർന്നുള്ള സമയങ്ങളിൽ നമുക്ക് ശ്രവിക്കാം. ഏറ്റവും ഭയഭക്തിയോടെ ഈ ശുശ്രൂഷയിൽ നമ്മെ സഹായിക്കുന്നത് ആൻസിമോൾ ജോസഫാണ്. ശാലോം ശുശ്രൂഷകയാണ്. സഹോദരിയോട് ചേർന്നുകൊണ്ട് ഏറ്റവും ഹൃദയത്തുറവിയോടെ നമുക്ക് ദൈവവചനം സ്വീകരിക്കാം. പരിശുദ്ധ ദൈവമാതാവ് നമ്മോട് ഇന്നത്തെ ദിവസം ഇങ്ങനെ പറയുന്നു: കുഞ്ഞേ, നീ എപ്പോഴും എൻ്റെ ഹൃദയത്തിലാണ്. നീ എപ്പോഴും എൻ്റെ ഹൃദയത്തിലുണ്ട് എന്നല്ല, നീ എപ്പോഴും എൻ്റെ ഹൃദയത്തിലാണ്. നീ അത് മനസ്സിലാക്കിയാലും ഇല്ലെങ്കിലും നീ പ്രാർത്ഥിക്കുവാൻ ശ്രമിക്കുമ്പോഴെല്ലാം നിന്റെ എല്ലാ നിയോഗങ്ങൾക്കും ഞാൻ ഉത്തരം തന്നു കഴിഞ്ഞു. പ്രാർത്ഥിക്കുമ്പോൾ എന്നല്ല, പ്രാർത്ഥിക്കുവാൻ നീ ശ്രമിക്കുമ്പോഴൊക്കെ എന്നാണ് അമ്മ പറയുന്നത്. ദൈവമനുഷ്യന്റെ സ്നേഹഗീതയിൽ നാം ഇങ്ങനെ വായിക്കുന്നു: പരിശുദ്ധ അമ്മയുടെ ഹൃദയത്തിൽ ഉണ്ടാകുന്ന ഒരു ചെറിയ ആഗ്രഹം, ആ ആഗ്രഹം പോലും ഈശോയ്ക്ക് തന്നോട് കൽപ്പിക്കുന്നതായിട്ടാണ് തോന്നുന്നത് എന്ന്. അപ്പോൾ അമ്മ നമ്മുടെ അടുക്കലുണ്ട്, സമീപത്തുണ്ട്. അമ്മ നമ്മെ ഹൃദയത്തിൽ വഹിക്കുന്നു. ഈ അമ്മയോട് നമ്മുടെ കാര്യങ്ങൾ പറഞ്ഞാൽ, അമ്മ ചെറുതായിട്ടൊന്ന് ആഗ്രഹിച്ചാൽ മതി. ഈശോയോട് പറയുക പോലും വേണ്ട. ഒന്ന് ആഗ്രഹിച്ചാൽ അത് ഈശോയ്ക്കൊരു കൽപ്പന പോലെ, ആജ്ഞ പോലെ ആയിത്തീരും. അതുകൊണ്ട് ഒന്ന് കണ്ണുകളടച്ച് നമുക്കിപ്പോൾ നമ്മുടെ നിയോഗങ്ങൾ, നമ്മുടെ ആഗ്രഹങ്ങൾ, പ്രാർത്ഥനകൾ, ദുഃഖങ്ങൾ, കണ്ണുനീരിൻ്റെ അനുഭവങ്ങൾ, ജീവിതത്തിൻ്റെ തകർച്ചകൾ, എവിടെയാണോ ഈശോയുടെ അനുഗ്രഹം ആവശ്യമുള്ളത് അത് പരിശുദ്ധ അമ്മയോട് ഇപ്പോൾ പറയാം. പരിശുദ്ധ അമ്മ നിന്നെ ഹൃദയത്തിൽ വഹിക്കുന്നു. അമ്മ ചോദിക്കുന്നു: ഞാൻ നിന്റെ സ്വന്തം അമ്മയല്ലേ? അമ്മയോടൊന്ന് പറയാം: അമ്മ ഇന്ന് നിന്റെ കണ്ണുനീരും നിന്റെ നിയോഗങ്ങളും നിന്റെ യാചനകളും പ്രാർത്ഥനകളും പുത്രനോട് പറയാതിരിക്കില്ല. അമ്മ പറഞ്ഞില്ലെങ്കിൽ പിന്നെ ആര് പറയും? അമ്മയോട് പറഞ്ഞ് എല്ലാ മാലാഖമാരോടും എല്ലാ വിശുദ്ധരോടും ചേർന്ന് അമ്മയുടെ നാമം നമുക്ക് സ്വരമുയർത്തി ഒന്ന് പ്രകീർത്തിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, ആമേൻ. പരിശുദ്ധ അമ്മ ഇവിടെയുണ്ട്. പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം ഇവിടെയുണ്ട്. അമ്മയുള്ളത് കൊണ്ട് സ്വർഗം മുഴുവനും എല്ലാ പരിശുദ്ധ മാലാഖമാരും ഇവിടെയുണ്ട്. വാദ്യ ഉപകരണങ്ങളോടുകൂടി അവർ സ്വർഗം തുറന്ന് ഇവിടേക്ക് കടന്നു വന്നിട്ടുണ്ട്. എല്ലാ വിശുദ്ധരും അമ്മയോടൊപ്പം ഭൂമിയിലേക്ക് ഇറങ്ങുന്ന രാത്രിയാണ് നൈറ്റ് വിജിലിൻ്റെ രാത്രി. അതുകൊണ്ട് ഇന്ന് ഈ സ്വർഗത്തോട്, മാലാഖമാരോട്, വിശുദ്ധരോട് ചേർന്ന് വലതുകരമുയർത്തി പരിശുദ്ധ അമ്മയുടെ കരങ്ങൾ കോർത്ത് നമുക്ക് ഈശോയെ ഒന്ന് ആരാധിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ചിരിച്ചുകൊണ്ട് സന്തോഷത്തോടെ ഹല്ലേലൂയ, ഹല്ലേലൂയ. ശാന്തമായിരിക്കാം. എൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം ഈശോയെ പോലെ ജീവിക്കുകയാണ്. ഞാനിത് പറയുമ്പോൾ എൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. അത് തന്നെയാണെങ്കിൽ പോലും ഏതെങ്കിലും വിശുദ്ധർ പറഞ്ഞതാണ് ഈ വാചകം എന്ന് നമുക്ക് തോന്നിയേക്കാം. എന്നാൽ സഹോദരങ്ങളെ, റഷ്യക്കാരിയായ ഒരു കോളേജ് കുമാരിയുടെ ജീവിത ലക്ഷ്യമാണ് അവൾ വെളിപ്പെടുത്തുന്നത്. എനിക്ക് ഈശോയെ പോലെ ജീവിക്കണമെന്നതാണ് എൻ്റെ ജീവിതത്തിൻ്റെ ഏക ലക്ഷ്യം. ഈ റഷ്യക്കാരി പെൺകുട്ടിയെക്കുറിച്ച് പറഞ്ഞാൽ, ബാസ്കറ്റ് ബോള്, അതുപോലെ ഇരു കൈകളും ഉപയോഗിച്ച് മാത്രം കളിക്കാൻ പറ്റുന്ന ലാക്രോസെ എന്ന കളി, ഗോൾഫ്, ഇതൊക്കെ ഒറ്റ കൈ കൊണ്ട് കളിച്ച് ഇരു കൈകൾ കൊണ്ട് കളിക്കുന്നവരുടെക്കാൾ മികച്ച രീതിയിൽ കളിച്ച് വിജയം വരിക്കുന്ന ഒരു പെൺകുട്ടിയാണ്. ഇവളുടെ പേരാണ് വലേറിയ കാസിക്.
ഇവൾ ചെയ്യുന്ന മറ്റൊരു കാര്യം ഇതാണ്. അമേരിക്കയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ യാത്ര ചെയ്ത് സംഭാവനകൾ പിരിച്ച് ദരിദ്രരെ സഹായിക്കും. ഒരു കോളേജ് കുമാരിയുടെ പ്രവർത്തനങ്ങളാണ്. ഇനി ഒരു പക്ഷേ നമ്മൾ ചിന്തിച്ചേക്കാം, എന്തുകൊണ്ട് ഈ ഇരുകൈകൾ കൊണ്ട് കളിക്കേണ്ട കളികളൊക്കെ ഇവൾ ഒറ്റക്കൈ കൊണ്ട് കളിക്കുന്നത് ഇവളുടെ സാമർഥ്യവും മിടുക്കും ഒക്കെ പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ടാണോ? സഹോദരങ്ങളെ, ഈ വലേറിയ ജനിക്കുമ്പോൾ ജന്മന ഇവൾക്ക് ഒരു കൈയേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ഒരുപാട് അധ്വാനിച്ച് കഠിനമായ വേദനകളിലൂടെ കടന്നുപോയി വേദന സഹിച്ച് പരിശീലിച്ചാണ് ഇവൾ ഒറ്റക്കൈ കൊണ്ട് ലാക്രോസയും ബാസ്കറ്റ്ബോളും ഗോൾഫും ഒക്കെ കളിക്കുവാൻ പരിശീലനം നേടിയത്, വിജയിച്ചത്, മറ്റുള്ളവരെ പരാജയപ്പെടുത്തിയത്. ഇനി റഷ്യക്കാരിയായ പെൺകുട്ടി അമേരിക്കൻ സംസ്ഥാനങ്ങളിലൂടെ എന്തിനു കടന്നുപോയി പണം ഭരിച്ച് മറ്റുള്ളവരെ സഹായിക്കുന്നു എന്ന് ചോദിച്ചാൽ, സഹോദരങ്ങളെ, 18 മാസം മാത്രം പ്രായമുണ്ടായിരുന്ന സമയത്ത് അമേരിക്കക്കാരായ ജോൺ ആൻ ദമ്പതികൾ ദത്തെടുത്ത് വളർത്തിയ ഒരു അനാഥ പെൺകുട്ടിയാണ് ഈ വലേറിയ. ഈ വലേറിയയാണ് പറയുന്നത്, അംഗവൈകല്യമുള്ള, ജന്മന തന്നെ അനാഥയായി തീർന്ന, മാതാപിതാക്കളാൽ ഉപേക്ഷിക്കപ്പെട്ട, മറ്റൊരു രാജ്യത്ത് വന്ന് ജീവിക്കേണ്ടി വന്ന ഈ പെൺകുട്ടിയാണ് പറയുന്നത്, എൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം ഈശോയെ പോലെ ജീവിക്കുക എന്നുള്ളതാണ്. ഇവൾ അനാഥയാണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും സംഭവിക്കുന്ന ഒരു കാര്യമുണ്ട്. ആരും ചെയ്യുന്നത് സ്വയം പഴിക്കും, മറ്റുള്ളവരെ കുറ്റപ്പെടുത്തും, ഉപേക്ഷിച്ചു പോയ മാതാപിതാക്കന്മാരെ പഴിക്കും, വെറുക്കും, ജീവിതത്തോട് വെറുപ്പ്, സകലരോടും വെറുപ്പ്. എന്നാൽ വലേറിയ തൻ്റെ വളർത്തമ്മയായ ആനിൻ്റെ കണ്ണുകളിലേക്ക് നോക്കി ഇങ്ങനെ പറഞ്ഞു, അമ്മേ, ഞാൻ ജനിച്ചിരിക്കുന്നത് മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അംഗവൈകല്യമുള്ള അനാഥയായ ഒരു പെൺകുട്ടി ഇങ്ങനെ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അവൾക്ക് കരയാനും വിലപിക്കുവാനും ആകുലപ്പെടുവാനും അവകാശമുണ്ടായിട്ടും മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുവാൻ വേണ്ടി തൻ്റെ ജീവിതം അവൾ സമർപ്പിക്കുകയായിരുന്നു. അവളുടെ ജീവിതത്തിലേക്ക് നോക്കിയാൽ അവൾ ചെയ്തത് മുഴുവനും അങ്ങനെയാണ്. ക്യാൻസർ രോഗം മൂലം മുടി നഷ്ടപ്പെട്ടവർക്ക് ഈ സുന്ദരിയായ പെൺകുട്ടി തൻ്റെ സമൃദ്ധമായ മുടി മുറിച്ചു കൊടുത്തുകൊണ്ട് അവളുടെ സ്നേഹം ഈശോ പ്രവർത്തിച്ചതുപോലെ ഈശോയെ അനുകരിച്ച് മറ്റുള്ളവർക്ക് നന്മ ചെയ്തു. അതുപോലെ ഈ കരയുവാനും വിലപിക്കുവാനും അവകാശമുണ്ടായിരുന്ന ഇവൾ, എല്ലാ കഴിവുകളും ഉണ്ടായിരുന്നിട്ടും മാതാപിതാക്കളും സഹോദരങ്ങളും ഒക്കെ ഉള്ളവരെ മോട്ടിവേഷൻ ടോക്കുകളിലൂടെ പ്രചോദനം നൽകി ജീവിതത്തിൽ ജീവിക്കുവാൻ പ്രചോദനം കൊടുത്ത് ക്യാമ്പസുകളിലും യുവജന കൂട്ടായ്മകളിലും അമേരിക്കയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ ചുറ്റിക്കറങ്ങി നടക്കുന്ന ഒരു മോട്ടിവേഷൻ ടോക്കറാണ് ഈ വലേറിയ. പ്രിയ സഹോദരങ്ങളെ, അവൾക്ക് ഇങ്ങനെ പറയാമെങ്കിൽ നമുക്കും പറയാം. അവൾ ഈശോയെ പോലെ ജീവിക്കണമെന്ന് പറയുന്നതിന് ഒറ്റ കാരണം പറയുന്നത് ഇതാണ്, കാരണം ഞാൻ ദൈവത്തിൻ്റെ കുഞ്ഞാണ്, ഞാൻ ദൈവത്തിൻ്റെ മകളാണ്, അതുകൊണ്ട് ദൈവപുത്രനായ യേശുവിനെ പോലെ ഞാൻ ജീവിക്കണം. എന്നിട്ട് അവൾ പറയുന്നത് ഇതാണ്, ഞാൻ നോക്കേണ്ടത് യേശുവിനെ പോലെ ജീവിക്കുവാൻ, ദൈവത്തിൻ്റെ മകളായി ഞാൻ ജീവിക്കുവാൻ ഞാൻ നോക്കേണ്ടത് യേശുവിലേക്കാണ്. യേശു എങ്ങനെ ജീവിച്ചുവോ, യേശു എങ്ങനെ പ്രവർത്തിച്ചുവോ, യേശു എങ്ങനെ ചിന്തിച്ചുവോ എന്ന് ഞാൻ എൻ്റെ റോൾ മോഡലായി യേശുവിലേക്ക് നോക്കണം. സാധാരണ കോളേജ് കുമാരിമാർക്ക് അല്ലെങ്കിൽ കോളേജിൽ പഠിക്കുന്നവർക്ക് റോൾ മോഡലായിട്ട് വരുന്നത് സ്വാഭാവികമായിട്ടും സ്പോർട്സ് താരങ്ങളോ സിനിമാ താരങ്ങളോ അല്ലെങ്കിൽ സാംസ്കാരിക മേഖലകളിൽ മികച്ചു നിൽക്കുന്ന വ്യക്തികളൊക്കെയാണ്. പക്ഷേ ഈ കോളേജ് കുമാരി പറയുന്നത്, എൻ്റെ റോൾ മോഡൽ ഈശോയാണ്. ആ ഈശോയിലേക്ക് ഞാൻ എപ്പോഴും നോക്കണം, കാരണം ഞാൻ ദൈവത്തിൻ്റെ മകളാണ്. ദൈവപുത്രനായ യേശുവിനെ പോലെ ഞാൻ ജീവിക്കണം. പ്രിയ സഹോദരങ്ങളെ, നമ്മളും തിരിച്ചറിയണം, ഞാൻ ആരാണ്. ദൈവം നമ്മുടെ അപ്പനാണെങ്കിൽ ദൈവത്തിൻ്റെ കുഞ്ഞായി ഞാൻ ജീവിക്കണം. കുതിരയുടെ കുട്ടി കുതിരക്കുട്ടിയായി ജീവിക്കണം. കുതിരയുടെ കുട്ടി കഴുതക്കുട്ടിയായി ജീവിച്ചാൽ എപ്രകാരം ഇരിക്കും? മനുഷ്യരും മൃഗങ്ങൾ പോലും അവരെ കളിയാക്കും, അല്ലേ? ഞാൻ ദൈവത്തിൻ്റെ കുഞ്ഞാണെങ്കിൽ ദൈവത്തിൻ്റെ കുഞ്ഞായി
ദൈവത്തിൻ്റെ മകളും മകനുമായി ഞാൻ ജീവിക്കണം. അതിന് ഞാൻ നോക്കേണ്ടത് യേശുവിലേക്കാണ്. യേശു എങ്ങനെ ജീവിച്ചു? ഈശോയിലേക്ക് നമ്മൾ നോക്കിയാൽ ലൂക്കായുടെ സുവിശേഷം 46-47 തിരുവചനങ്ങൾ കാണാം. അവിടെ 12-ാം വയസ്സിൽ ഈശോ ദേവാലയത്തിൽ വേദപണ്ഡിതരുമായി തർക്കിക്കുന്ന രംഗമാണ് വിവരിക്കുന്നത്. അവിടെ തിരുവചനം ഇങ്ങനെ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നു. 47-ാമത്തെ വാക്യത്തിൽ, അവനെ കേട്ടവരെല്ലാം, അവനെ ശ്രവിച്ചവരെല്ലാം അവൻ്റെ ബുദ്ധിശക്തിയിലും അവൻ്റെ മറുപടിയിലും അത്ഭുതപ്പെട്ടു. അതെ, യേശുവിനെ നോക്കി മറ്റുള്ളവർ അത്ഭുതപ്പെടുന്ന ഒരു ജീവിതമാണ് ഈശോ 12-ാം വയസ്സ് മുതൽ തന്നെ മറ്റുള്ളവരുടെ മുമ്പിൽ കാഴ്ചവെച്ചത്. പ്രിയ സഹോദരങ്ങളെ, ഞാൻ നോക്കേണ്ടത് ഈ യേശുവിലേക്കാണ്. അതുപോലെ പിന്നീട് ഈശോയുടെ പരസ്യ ജീവിത കാലത്തേക്ക് നമ്മൾ വരികയാണെങ്കിൽ, തുടക്കത്തിൽ ലൂക്കാ 4:4 ഈശോ പിശാചിനാൽ പരീക്ഷിക്കപ്പെടുന്നത് കാണുന്നുണ്ട്. അവിടെ ഈശോ ചെയ്യുന്നത്, ഏതൊരു മനുഷ്യനെ പോലെയും അവൻ പരീക്ഷിക്കപ്പെടുമ്പോൾ ഈശോ ചെയ്യുന്ന ഒരു കാര്യമാണ്, വചനം ഉച്ചരിച്ചുകൊണ്ട് പിശാചിനെ അവൻ പരാജയപ്പെടുത്തുകയാണ്. ഇനിയും ലൂക്കായുടെ സുവിശേഷം 7:28 നമ്മൾ വരുമ്പോൾ ഈശോയെക്കുറിച്ച് മറ്റുള്ളവർ പറയുന്നത് ഇതാണ്, മറ്റ് നിയമജ്ഞന്മാരെ പോലെ ആയിരുന്നില്ല അവൻ. അവൻ പഠിപ്പിച്ചത് അധികാരമുള്ളവനെ പോലെ ആയിരുന്നു. ഹല്ലേലൂയ, പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, തുടർന്ന് ഈശോയുടെ പരസ്യ ജീവിതകാലം മുഴുവൻ നമ്മൾ പരിശോധിച്ചാൽ ഈശോ കേൾക്കാത്തതായിട്ട് മോശപ്പെട്ട വാക്കുകൾ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഞാനും നിങ്ങളുമൊക്കെ ജീവിതത്തിൽ നിരന്തരം കേട്ടുകൊണ്ടിരിക്കുന്ന വഞ്ചകൻ, കാപട്ടിക്കാരൻ, ഇങ്ങനെയൊക്കെ കുറേ വാക്കുകൾ, ചുങ്കക്കാരൻ്റെയും പാപികളുടെയും വേശ്യകളുടെയും കൂട്ടുകാരൻ, ഇങ്ങനെയൊക്കെ ഒരുപാട് ആക്ഷേപങ്ങൾ ഈശോ കേട്ടിരുന്നു. എന്നാൽ ഈശോ അതൊന്നും കേട്ടതായിട്ട് പോലും ഭാവിച്ചിട്ടില്ല. കേട്ടിട്ടില്ലേ എന്ന് നമുക്ക് തോന്നിപ്പോകും. അവിടുന്ന് ഇതൊന്നും തൻ്റെ ജീവിതത്തെ സ്വാധീനിക്കാത്ത രീതിയിൽ തൻ്റെ ഏക ലക്ഷ്യം പിതാവിനെ മഹത്വപ്പെടുത്തി പിതാവിൻ്റെ രാജ്യം ഭൂമിയിൽ സ്ഥാപിക്കുക എന്ന ഒരേ ഒരു ലക്ഷ്യത്തിൽ നിന്നും മനുഷ്യരുടെ വാക്ക് കേട്ട് അവിടുന്ന് വ്യതിചലിച്ചില്ല. നമ്മളും നോക്കേണ്ടത് ഈ കർത്താവിലേക്കാണ്. ജീവിതത്തിൽ എന്തെല്ലാം മോശം വാക്കുകൾ നമ്മൾ കേൾക്കുന്നു, അതൊക്കെ അനുസരിച്ച് നമ്മുടെ ജീവിതത്തെ നമ്മൾ തളർത്തിക്കളഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് ഞാൻ തിരിച്ചറിഞ്ഞ് യേശുവിലേക്ക് നോക്കണം. അവൻ എന്താ ചെയ്തത്? ഇനി സഹിക്കുന്ന ഒരു കർത്താവിനെ നാം കാണുന്നുണ്ട്. നാം ക്രൈസ്തവനാണെങ്കിലും അക്രൈസ്തവനാണെങ്കിലും ഏത് രാജ്യത്തിലും ഏത് ഭൂഖണ്ഡത്തിലും ഏത് നിറത്തിലും ഭാഷയിലും പെട്ടവനാണെങ്കിലും സഹനമുണ്ട്. സഹനം മനുഷ്യനാണോ? സഹനമുണ്ട്. പക്ഷേ അത് അവൻ ഏതു രീതിയിൽ സ്വീകരിക്കുന്നു എന്നുള്ളതാണ്. അവൻ ദൈവത്തിൻ്റെ കുഞ്ഞാണോ, ദൈവത്തിൻ്റെ മകനാണോ, മകളാണോ എന്ന് മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുക. ഈശോ സഹിച്ചത് ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ അവിടുന്ന് എത്ര ശാന്തനായിട്ടാണ്. പരാതിപ്പെട്ടില്ല, ആരെയും കുറ്റപ്പെടുത്തിയില്ല, തളർന്നുപോയില്ല, ആക്രോശിച്ചില്ല, ദേഷ്യപ്പെട്ടില്ല, ആരോടും ചൂടായില്ല, ഓടി രക്ഷപ്പെട്ടില്ല. ശാന്തനായി, ശാന്ത ഗംഭീരനായി നമ്മുടെ കർത്താവ് എല്ലാ സഹനങ്ങളും സ്വീകരിച്ചു. ഇനി അവൻ്റെ മരണത്തിലേക്കും സംസ്കാരത്തിലേക്കും നോക്കിയാൽ എത്ര വലിയ കല്ലുരുട്ടി വെച്ച് അവൻ്റെ കല്ലറ നിങ്ങൾ അടച്ചാലും ഉത്ഥാനത്തിൻ്റെ മഹത്വപൂർണമായ ശക്തിയാൽ അവൻ 3-ാം ദിവസം പുറത്തു വന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. സഹോദരങ്ങളെ, ഈ ഈശോയിലേക്ക് ഞാനും നിങ്ങളും നോക്കിയാൽ അവനെ നോക്കി നമുക്ക് ജീവിക്കാൻ സാധിക്കും. പക്ഷേ വലേറിയ പറയുന്ന ഒരു കാര്യമുണ്ട്. വലേറിയ പറയുകയാണ്, ഈ ഈശോയെ പോലെ ഞാൻ ജീവിക്കണമെങ്കിൽ ഈ ഈശോയെ ഞാൻ സ്വന്തമാക്കണം, ഈ ഈശോയെ എൻ്റെ ജീവിതത്തിൽ ഞാൻ സ്വീകരിക്കണം. ഈ വലേറിയയുടെ കാര്യത്തിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവൾ ഈ ഒരു ലക്ഷ്യത്തിന് വേണ്ടി ചെയ്ത ഏതാനും ചെറിയ കാര്യങ്ങൾ, അവൾ പരിശുദ്ധ ദൈവമാതാവിനെ കൂട്ടുപിടിച്ചിരുന്നു. അമ്മയുമായിട്ട് വലിയ കൂട്ടാണ് ഇവൾ. ഒരു ദിവസം എത്രയോ ജപമാലകളാണ് അവൾ ചൊല്ലിയിരുന്നത്. അതുപോലെ എല്ലാ ദിവസവും ഇവൾ ദിവ്യബലിയിൽ പങ്കെടുത്ത് ദിവ്യകാരണ ഈശോയെ സ്വന്തം ഹൃദയത്തിൽ ജീവിതത്തിലേക്ക് സ്വീകരിക്കും. സാധിക്കുമ്പോഴെല്ലാം ഇവൾ ദിവ്യകാരണ തിരുസന്നിധിയിൽ
ഈശോയോടൊപ്പം ചിലവഴിക്കും. കുമ്പസാരം എന്ന കൂദാശ കൂടെ അവൾക്ക് സാധിക്കുമ്പോഴെല്ലാം അവൾ സ്വീകരിക്കും. ഇങ്ങനെ അനുദിനം ഈശോയെ സ്വീകരിച്ച് ഈശോ അവളിൽ വളരാൻ അവൾ അനുവദിച്ച് അവളിലുള്ള അവളെ മാറ്റിക്കളഞ്ഞ് ഈശോ വളരുവാൻ അവൾ തന്നെ വിട്ടുകൊടുത്ത് ഈശോയെ മഹത്വപ്പെടുത്തിയ ഒരു ജീവിതമാണ് വലേറിയ ജീവിച്ചു കൊണ്ടിരുന്നത്. അതിനു വേണ്ടിയിട്ടാണ് അവൾ തീരുമാനമെടുത്തത്. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിലെ ഏതേത് പ്രശ്നങ്ങളിലും അതിനേക്കാളും നമ്മുടെ ആവശ്യങ്ങളെക്കാളും അപ്പുറവും വലുതുമായ ഒരു കർത്താവാണ് നമുക്കുള്ളത്. അത് നമ്മൾ തിരിച്ചറിയണം. എൻ്റെ ജീവിതം ഇന്ന് ഒരുപാട് സ്നേഹത്തിൻ്റെ ശൂന്യതയിൽ കഴിയുകയാണോ? സ്നേഹത്തിന് വേണ്ടിയിട്ടുള്ള വലിയൊരു ദാഹം നമ്മുടെ എല്ലാവരുടെയും ഹൃദയത്തിലുണ്ട്. മനുഷ്യനാണോ, അതുപോലെ മൃഗങ്ങളാണോ, ഏതൊരു വ്യക്തിയുടെയും ജീവിതത്തിൽ സ്നേഹത്തിന് വേണ്ടിയിട്ടുള്ള ആഗ്രഹമുണ്ട്. ഇത് ഒരു മനുഷ്യനും തീർക്കുവാൻ സാധിക്കുകയില്ല. എന്നാൽ സ്നേഹം തന്നെയായ ഈശോയെ എൻ്റെ ജീവിതത്തിലേക്ക്, എൻ്റെ ഹൃദയത്തിലേക്ക് ഞാൻ ക്ഷണിച്ചാൽ, അവൻ എൻ്റെ ജീവിതത്തിൽ നിറഞ്ഞാൽ, സ്നേഹത്തിന് വേണ്ടി ഞാൻ പരക്കൻ പായില്ല. സ്നേഹിച്ചില്ല എന്ന് മറ്റുള്ളവരെന്നെ സ്നേഹിച്ചില്ല, മാറ്റി നിർത്തി, ഒറ്റപ്പെടുത്തി, പരിഹസിച്ചു, അവഹേളിച്ചു, ഇല്ല, ഒരു പരാതിയും പിന്നെ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകില്ല. കാരണം ഇതിനെയെല്ലാം നേരിട്ടവൻ, ഇതിനെയൊക്കെ നിസ്സാരമാക്കിയ കർത്താവ് നിന്റെ ഉള്ളിലുണ്ട്. നിനക്ക് സ്നേഹിക്കാൻ പറ്റുന്നില്ലേ? ദ്രോഹങ്ങൾ ഏറ്റുവാങ്ങി, സങ്കടങ്ങൾ ഏറ്റുവാങ്ങി, മനസ്സിൽ ഹൃദയത്തിൽ നീറ്റൽ കൊണ്ട് നിറച്ച് എന്നെ വേദനിപ്പിച്ചവരോട് ക്ഷമിക്കുവാനും സ്നേഹിക്കുവാനും കഴിയാത്തൊരവസ്ഥയെയാണ് ഞാൻ എങ്കിൽ, കുരിശിൽ തൂങ്ങിക്കിടന്നുകൊണ്ട് തന്നെ ദ്രോഹിച്ചവർക്ക് വേണ്ടി, അവരെ സ്നേഹിച്ച് അവർക്ക് വേണ്ടി ബലിയായി തീർന്ന ഒരു കർത്താവിനെ എൻ്റെ ജീവിതത്തിലേക്ക് ഞാൻ ക്ഷണിച്ചാൽ എനിക്ക് സ്നേഹിക്കാൻ സാധിക്കും, എനിക്ക് സഹിക്കാൻ സാധിക്കും, എനിക്ക് ക്ഷമിക്കാൻ സാധിക്കും. കൊച്ചു തെരേസ്യ പറയുന്നില്ലേ, ഈശോയെ എനിക്ക് സ്നേഹിക്കാൻ പറ്റുന്നില്ല, നീ എൻ്റെ ഉള്ളിൽ വന്നിരുന്ന് നീ എല്ലാവരെയും സ്നേഹിച്ചു കൊള്ളുക, നീ എല്ലാവരോടും ക്ഷമിച്ചു കൊള്ളുക. ആ കർത്താവിനെ എൻ്റെ ജീവിതത്തിൽ ഞാനിത് സ്വന്തമാക്കിയാൽ എനിക്ക് ക്ഷമയും സ്നേഹവും എല്ലാം വളരെ വളരെ എളുപ്പത്തിൽ സാധ്യമാകും. കാരണം ഞാനല്ല അത് ചെയ്യുന്നത്, മറിച്ച് എൻ്റെ കർത്താവാണ്. ആ കർത്താവിനെ ഞാൻ സ്വന്തമാക്കിയാൽ, ഇന്ന് ജീവിത പ്രശ്നങ്ങൾ ആഴിയുടെ അഗാധങ്ങളിലേക്ക് നിന്നെ വലിച്ചടച്ച് കൊണ്ടുപോകുന്നുണ്ട് എങ്കിൽ, ഈ ആഴിയുടെ മുകളിലൂടെ ശാന്തനായി നടന്നൊരു കർത്താവ് നിനക്കുണ്ട്, ഒരു യേശു നിനക്കുണ്ട്. ആ യേശുവിനെ നിന്റെ ജീവിതത്തിൽ നീ സ്വീകരിച്ചാൽ, ഏതേത് പ്രശ്നങ്ങളുടെയും മുകളിലൂടെ ശാന്തനായി കർത്താവ് നിന്റെ അവിടുത്തെ കരങ്ങളിൽ വഹിച്ചു കൊണ്ടുപോകും. കരമുയർത്തി പറയാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സഹോദരങ്ങളെ, ഏതേത് കല്ലറകളിലേക്ക് നിന്റെ ജീവിതം മറ്റുള്ളവർ വലിച്ചെറിഞ്ഞ് വലിയ ഉരുട്ടി വെച്ചിട്ട്, ഇനി ഒരിക്കലും നിന്റെ മുഖം ഭൂമി കാണരുത്, ഇനി ഒരിക്കലും ആരും നിന്റെ സ്വരം കേൾക്കരുത്, അപമാനത്തിലേക്ക്, നിന്ദനത്തിലേക്ക്, ജീവിത തകർച്ചകളിലേക്ക് എല്ലാം നിന്നെ വലിച്ച് താഴ്ത്തി പൂട്ടിക്കെട്ടി ജയിലറകളിൽ നിന്നെ അടച്ചാലും, ഉദ്ധിതനായ മഹത്വപൂർണനായി വിജയം വരിക്കുന്ന ഒരു കർത്താവ് നിനക്കുണ്ട്. ആ കർത്താവ് നിന്നിലുണ്ടെങ്കിൽ, അവനാണ് നിന്റെ ഉള്ളിലുള്ളതെങ്കിൽ, നീ ഏത് ജയിലറയിലാണെങ്കിലും ശാന്തമായി പത്രോസിനെ പോലെ നിനക്ക് ഉറങ്ങാൻ സാധിക്കും. യേശു ഉയർത്തെഴുന്നേറ്റ പോലെ അവിടുന്ന് നിന്നെയും ഉയർപ്പിക്കും. ലോകത്തിന് മുമ്പിൽ ആര് നിന്നെ കല്ലറയിൽ അടച്ചോ അവന്റെ മുമ്പിൽ ആ യേശു നിന്നെ ഉയർപ്പിക്കും. ഉദ്ധാനത്തിന്റെ വിജയത്തിലേക്ക് അവൻ നിന്നെ കൂട്ടിക്കൊണ്ടുപോകും. വലതുകരം ഉയർത്തി പറയാം, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, പലരുടെയും പരാതി എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. ഉപവസിക്കാനും പ്രാർത്ഥിക്കാനും പറ്റുന്നില്ല. 40 രാവും 40 പകലും ഉപവസിച്ച ഒരു യേശു നിനക്കുണ്ട്. അവൻ നിന്റെ ഉള്ളിലുണ്ടെങ്കിൽ നീ ഉപവസിക്കാനും പ്രാർത്ഥിക്കാനും കിടന്ന് സ്ട്രഗിൾ ചെയ്യേണ്ട കാര്യമില്ല. അവൻ നിന്റെ ഉള്ളിലിരുന്നു കൊണ്ട് ഉപവസിച്ചു കൊള്ളും. ഇനി രോഗം തകർക്കുന്ന ഒരു ജീവിതമാണ് എൻ്റെതെങ്കിൽ, സൗഖ്യമായ യേശു അവൻ നിന്റെ ഉള്ളിലുണ്ടെങ്കിൽ അവൻ നിന്നെ സൗഖ്യപ്പെടുത്തുന്നുവെന്ന് മാത്രമല്ല, മറ്റുള്ളവർക്ക് സൗഖ്യം കൊടുക്കുന്നവളാക്കി, മറ്റുള്ളവരെ സുഖപ്പെടുത്തുന്നവനാക്കി നിന്നെ അവൻ മാറ്റും. ഇന്ന് വായ്പ വാങ്ങി കടക്കണിയിൽ പെട്ടുഴലുന്നവനാണ് നീയെങ്കിൽ, കർത്താവ് നിന്നോട് പറയുന്നു, വായ്പ വാങ്ങാൻ നിനക്ക് ഇടവരില്ല. മറിച്ചോ
കൊടുക്കുവാൻ നിനക്ക് സമൃദ്ധി നൽകുന്ന ഒരു ദൈവം നിനക്കുണ്ട്. ആ ദൈവത്തെ നീ ഇന്ന് നിന്റെ ജീവിതത്തിലേക്ക് ക്ഷണിച്ച് നിന്റെ ജീവിതത്തിൽ അവന് പ്രവർത്തിക്കുവാൻ, ജീവിക്കുവാൻ അവസരം കൊടുക്കുക. പ്രിയ സഹോദരങ്ങളെ, ചിലർക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റില്ല, മനസ്സമാധാനമില്ല, അതാ പ്രശ്നം. ഈശോയെ നോക്കുക. ഈശോ എത്രമാത്രം ആനന്ദിച്ച് എല്ലാ വിരുന്നിലും പങ്കെടുത്തില്ലേ? എത്ര സന്തോഷത്തോടുകൂടി എല്ലാവരുടെയും കൂടെ ഉല്ലസിച്ച് ആസ്വദിച്ചു അവൻ. ആ കർത്താവ് എൻ്റെയും നിങ്ങളുടെയും ഉള്ളിലുള്ള ഉണ്ടെങ്കിൽ തീർച്ചയായും ജീവിതം ആസ്വദിക്കുവാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കും. വലേറിയ ഈ അവളുടെ അനാഥത്വത്തിൻ്റെയും അതുപോലെ അംഗവൈകല്യത്തിൻ്റെയും ഒക്കെ നടുവിൽ നിന്നുകൊണ്ട് അവൾ ചെയ്തൊരു കാര്യം ഇതാണ്. അവൾ സ്വയം സന്തോഷിച്ചു, അവൾ മറ്റുള്ളവരെ സന്തോഷമുള്ളവരാക്കി മാറ്റി. അതുപോലെ ഈ ഒരു അനാഥ പെൺകുട്ടിക്ക് സാധിക്കുമെങ്കിൽ യേശുവിനെ ഞാനും നിങ്ങളും നമ്മുടെ ഹൃദയത്തിൽ സ്വീകരിച്ചാൽ തീർച്ചയായും എനിക്ക് സ്വന്തം സന്തോഷിക്കുവാനും മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുവാനും സാധിക്കും. പ്രിയ സഹോദരങ്ങളെ, ഞാനും നിങ്ങളും വിളിക്കപ്പെട്ടിരിക്കുന്നത് ഈ യേശുവിൻ്റെ അഭിഷേകത്തിലേക്കും ഈ യേശുവിൻ്റെ അധികാരത്തിലേക്കുമാണ് വിളിക്കപ്പെട്ടിരിക്കുന്നത്. വെറുതെ നമ്മൾ കഴുതക്കുട്ടികളെ പോലെ ജീവിക്കുന്നവരായി, വെറുതെ സാധാരണക്കാര മനുഷ്യരായി ജീവിക്കാൻ വേണ്ടിയിട്ടല്ല. ദൈവത്തിൻ്റെ മകനും മകളുമായി ജീവിച്ച് ദൈവപിതാവിനെ മഹത്വപ്പെടുത്തി ഈ ഭൂമിയിലെ ദൈവരാജ്യം സംസ്ഥാപിതമാക്കുവാൻ വേണ്ടിയിട്ടാണ്. ഉൽപ്പത്തി പുസ്തകം 1:28 മനുഷ്യനെ സൃഷ്ടിച്ചിട്ട് ദൈവം പറഞ്ഞൊരു കാര്യമുണ്ട്: ഭൂമിയിൽ നിറഞ്ഞ് അതിനെ കീഴ്പ്പെടുത്തുവിൻ. ഭൂമിയിൽ നിറഞ്ഞ് ഭൂമിക്ക് അധീനരാകുവിൻ എന്നല്ല പറഞ്ഞത്, ഭൂമിയെ കീഴ്പ്പെടുത്തണം. സഹോദരങ്ങളെ, സങ്കീർത്തനങ്ങൾ 2:7-8 തിരുവചനങ്ങളിൽ ഇങ്ങനെ കർത്താവ് സർവശക്തനായ ദൈവം പറയുന്നു: നീ എൻ്റെ പുത്രനാണ്, ഞാൻ നിനക്ക് ജന്മം നൽകി. എന്നോട് ചോദിച്ചു കൊള്ളുക, ജനതകളെ ഞാൻ നിനക്ക് അവകാശമായി നൽകും, ഭൂമിയുടെ അതിരുകൾ നിനക്ക് അധീനമാകും. ഇങ്ങനെ ജനതകളെ യേശുവിൻ്റെ നാമത്തിൽ അവകാശപ്പെടുത്തുവാനും ഭൂമിയുടെ അതിരുകളോളം ദൈവത്തിൻ്റെ രാജ്യം, ദൈവത്തിൻ്റെ മഹത്വം എത്തിക്കുവാനും വിളിക്കപ്പെട്ട, അഭിഷേകം ചെയ്യപ്പെട്ട വ്യക്തികളാണ് ഞാനും നിങ്ങളും. യേശുക്രിസ്തുവിൻ്റെ അതേ അഭിഷേകത്തോടു കൂടി, യേശുക്രിസ്തുവിൻ്റെ അതേ അധികാരത്തോടു കൂടി ഈ ഭൂമിയെ അധീനമാക്കി, ഭൂമിയുടെ അതിരുകൾ സ്വർഗത്തിന് വേണ്ടി അധീനമാക്കുവാൻ വിളിക്കപ്പെട്ട, അഭിഷേകം ചെയ്യപ്പെട്ട ജീവിതങ്ങളാണ് നമ്മുടേത്. കരഞ്ഞും നിലവിളിച്ചും സഹിച്ചും വേദനിച്ചും കണ്ണുനീരൊഴുക്കിയും പരിതപിച്ചും ഈ ഭൂമിയിലെ ജീവിതം തീർക്കേണ്ടവരല്ല, അതിനെല്ലാം മുകളിലൂടെ നടക്കേണ്ടവരാണ് നാം. കർത്താവിൻ്റെ വചനം മർക്കോസിന്റെ സുവിശേഷം 6:51 പറയുന്നു: അവൻ വഞ്ചിയിൽ കയറിയപ്പോൾ കാറ്റ് ശമിച്ചു. ആ കർത്താവ് നമ്മുടെ ജീവിതമാകുന്ന വഞ്ചിയിൽ ഇന്ന് കയറിയാൽ നിന്റെ ജീവിതം രൂപാന്തരപ്പെടും. ഇന്നു വരെ നാം കണ്ടതുപോലെയല്ല, മറിച്ച് എൻ്റെ ഉള്ളിൽ കർത്താവ് വന്നു കഴിയുമ്പോൾ, സകലതിനും മുകളിൽ നടക്കുവാൻ കഴിവുള്ളവനായ, ശക്തിയുള്ള, അഭിഷേകമുള്ള, അധികാരമുള്ള കർത്താവ് വന്നു കഴിയുമ്പോൾ അതിനെല്ലാം മുകളിൽ നടക്കുവാൻ നമുക്ക് സാധിക്കും. ആ ക്രിസ്തുവിൻ്റെ അഭിഷേകത്തിന് വേണ്ടി, ആ ക്രിസ്തുവിൻ്റെ അധികാരത്തിന് വേണ്ടി, ആ ക്രിസ്തു നമ്മിൽ ജീവിക്കുവാൻ, വന്ന് നിറയുവാൻ കർത്താവിനോട് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുവാൻ നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. കണ്ണുകളൊന്നടച്ച് അപ്പനോട് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. അപ്പാ, നിന്റെ മകൻ യേശു ക്രിസ്തുവിൻ്റെ അതേ അധികാരം, യേശുവിൻ്റെ അതേ അഭിഷേകം, അതേ ശക്തി, അതേ പവർ എനിക്ക് നൽകണമേ. ഞാൻ യേശുവിനെ പോലെ ജീവിക്കട്ടെ. ഓ പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ നിമിഷങ്ങളിൽ ദൈവ സ്തുതികൾ ഉയർത്തിക്കൊണ്ട് സ്തുതികളുടെ സിംഹാസനത്തിൽ ആരൂഢനാകുന്ന ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുവാൻ, ദൈവപുത്രനായ യേശു നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുവാൻ, അവൻ എൻ്റെ ജീവിതത്തിൽ വാഴുവാൻ, അവൻ എൻ്റെ ജീവിതത്തിൽ വളരുവാൻ, അവൻ എൻ്റെ ജീവിതത്തിൽ പ്രവർത്തന നിരതനാകുവാൻ ഇരു കരങ്ങളും ഒന്ന് സ്വർഗത്തിലേക്ക് ഉയർത്തി ആ ഈശോയെ, ആ പിതാവിനെ നമുക്ക് ഒന്നിച്ചൊന്ന് മഹത്വപ്പെടുത്താം. രാജ്യങ്ങൾ കീഴടക്കുന്ന, ദേശങ്ങൾ അധീനമാക്കുന്ന, ഭൂമിയുടെ അതിരുകൾ കീഴ്പ്പെടുത്തുന്ന, ജനതകളെ അവകാശമാക്കുന്ന ആ ദൈവത്തിന്റെ ശക്തി എന്നിലും നിങ്ങളിലും നിറയട്ടെ. സ്വരമുയർത്തി കർത്താവിനെ ഒന്ന് ആരാധിക്കാം. സ്വരമുയർത്തി സ്വർഗസ്ഥനായ നമ്മുടെ അപ്പനെ ആരാധിക്കാം. ഈശോയെ ആരാധിക്കാം. സ്വരമൊന്നുയർത്തി നമ്മുടെ ഹൃദയം ഒന്ന് തുറന്ന് ഈശോയെ നമുക്ക്
നമുക്കൊന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാം. ആ നിമിഷങ്ങളിൽ ഈശോ എന്റെ ജീവിതത്തിൽ വരും. ഈശോ എന്റെ ജീവിതത്തിൽ നിറയും. ഈശോ എന്റെ ജീവിതത്തിലേക്ക് വരും. ഈശോ എന്റെ ജീവിതത്തിൽ നിറഞ്ഞ് അവിടുന്ന് പ്രവർത്തിക്കും. ഈശോയെ കൊടുക്കുന്നവരായി ഞാൻ മാറും. ഈശോയെ പകരുന്നവളായി ഞാൻ മാറും. ഈശോയെ ഈശോയെ വിളിക്കാം നമുക്ക്. എന്റെ ഈശോയെ എന്നിലേക്ക് വരണമേ. എന്റെ കർത്താവേ എന്നെ ഏറ്റെടുക്കണമേ. എന്റെ ഈശോയെ എന്റെ പ്രശ്നങ്ങൾക്ക് മുകളിലൂടെ നടക്കുവാൻ കൃപ നൽകണമേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ.